ഹലോ ഗൈസ്, ഇന്നലെ ലുലു പോയപ്പോൾ കുറച്ച് ഇളമ്പക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ നാട്ടിലൊക്കെ ഇതിനെ ഇളമ്പക്ക എന്നാണ് പറയാറ്. കക്കയിറച്ചി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും പേര് ഇതിന് പറയുമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഇളമ്പക്ക കണ്ടപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നൊസ്റ്റു അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിച്ചതാണ്. വാങ്ങിക്കാൻ നേരത്തെ സനുവേട്ടൻ എന്നോട് ചോദിച്ചത് ഇത് വെക്കാൻ അറിയാമെന്നാണ്. അപ്പം ബാക്കിയുള്ള കറികളൊക്കെ ഞാൻ ഭയങ്കര എക്സ്പേർട്ട് ആയതുകൊണ്ടാണല്ലോ ഉണ്ടാക്കുന്നത്. ഇതേപോലെ വച്ചുണ്ടാക്കി നോക്കിയാലല്ലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇത് വെക്കുന്ന പോയിട്ട് ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ എനിക്കറിയില്ലായിരുന്നു. അതിനാണല്ലോ നമുക്ക് യൂട്യൂബൊക്കെ ഉള്ളത്. ഏത് റെസിപ്പി വേണമെങ്കിലും അതിൻ്റെ ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റും അടക്കം നമുക്ക് മാസ്റ്റർ ക്ലാസ് വരെ കിട്ടും യൂട്യൂബിൽ. ഇതൊക്കെ യൂട്യൂബിലുള്ളപ്പോൾ നമ്മൾ എങ്ങനെ കുക്കിംഗ് അറിയില്ല എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത്. എവിടെ ഇതേപോലത്തെ വലിയ സൈസ് കൊച്ചുള്ളി കണ്ടാലും ഞാൻ അപ്പം വാങ്ങിച്ചു വെക്കും കേട്ടോ. കാരണം ഇത് വൃത്തിയാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് കൂടെ യൂട്യൂബിലുണ്ടായിരുന്നു. അങ്ങനെ അത് നോക്കി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്ത് ഉപ്പും മഞ്ഞളും മാത്രം ഇട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇളമ്പക്കാന്ന് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ച് നൊസ്റ്റു വരും കേട്ടോ. കാരണം ഇത് കിട്ടാനായിട്ട് നമ്മുടെ വീട്ടിൽ വേറെ വഴിയൊന്നുമില്ല. ഇത് നമ്മുടെ വീട്ടിൽ ഒരാളെ വിൽക്കാനായിട്ട് വരും. ആളെ കാണാനായിട്ട് പൊന്മുട്ടിയിടുന്ന താറാവിലെ ശ്രീനിവാസൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ഒരാളിലെ ആളെ പോലെയാണ് കാണാനായിട്ട്. അയാൾ സൈക്കിളിൻ്റെ ബാക്കിൽ ഒരു കവറിൽ നിറയെ ഇളമ്പൊക്കെ ആയിട്ട് വരും. അന്ന് ചോറ് തിന്നാനായിട്ട് എനിക്ക് ഭയങ്കര ആവേശമാണ്. ആ ഒരു ടേസ്റ്റും രുചിയും ഞാൻ ഇന്നും മറന്നു. ഒരു പ്രാവശ്യം വിൽക്കാനായിട്ട് വന്നാൽ പിന്നെ കുറേ നാൾ കഴിഞ്ഞേ ആളെ കാണുമല്ലോ കേട്ടോ. അതുവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഒരു ദിവസം ആൾ വരാതായി. അതോടെ നമ്മുടെ ഇളമ്പക്ക സ്റ്റോറി അവിടെ കഴിഞ്ഞു. അതിനുശേഷം ഇന്നാണ് ഞാൻ ഇളമ്പക്ക കഴിക്കാൻ പോണത് കേട്ടോ. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായി. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.